ഞങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ അത് UDFിൽ ചർച്ച ചെയ്യണം. UDFിലെ മുതിർന്ന നേതാക്കന്മാരുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ അറിയണം. അവരെ വരുന്നതിനെ ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്തിരുന്നതാണ്. പക്ഷേ ആ സ്വാഗതം ചെയ്തു എങ്കിലും ഇന്നത്തെ ഒരു അന്തരീക്ഷത്തിൽ UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞങ്ങളൊരു പോരാട്ടം നടത്തി. ആ പോരാട്ടത്തിൽ വലിയ വിജയം കൈവരിക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടി. അപ്പോൾ തീർച്ചയായിട്ടും UDFിൻ്റെ മുതിർന്ന നേതാക്കന്മാർ എല്ലാവരും കൂടിയാണ് ഒത്തുചേരുന്നത്. 22-ാം തീയതി രാവിലെ 10 മണിക്ക് കൊച്ചിയിൽ വെച്ച് കൂടുന്ന യോഗത്തിൽ ഒരു ചർച്ചയുണ്ടാകും. ആ ചർച്ചയിലൂടെ മാത്രമേ അതിലെ അന്തിമമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. ഇല്ല, ഇതുവരെയും അനൗപചാരികമായ ഒരു ചർച്ചയും നടന്നിട്ടില്ല. പിന്നെ ഞാൻ അവരെ ക്ഷണിച്ചു എന്നുള്ളത് സത്യാവസ്ഥയാണ്. അതിനപ്പുറത്ത് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ CPIയിലെ ഒരു കുറേ ആളുകൾ അവർ പുനർചിന്തനം നടത്തി പലയിടങ്ങളിലും ഞങ്ങളോടൊപ്പം കടന്നു വരാനുള്ള അവസരം അവരൊരുക്കി. ആ ഒരുക്കിയതനുസരിച്ച് പലയിടങ്ങളിലും പല പഞ്ചായത്തുകളും തിരിച്ചു പിടിക്കുവാനുള്ള അവസരവും മറ്റും ഉണ്ടാക്കിയെടുക്കുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരെ നേരത്തെ തന്നെ സ്വാഗതം ചെയ്തതാണ്. KPCCയിൽ തന്നെ സ്വാഗതം ചെയ്തതാണ്. KPCC പ്രസിഡൻറ്റും ഞങ്ങളെല്ലാവരും തന്നെ അതിൽ പങ്കാളിത്തം വഹിച്ചതാണ്. അല്ല, ഞാനത് നേരത്തെ തന്നെ അവരെ പാർട്ടി എന്നുള്ള നിലയിൽ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തു. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭിന്ന അഭിപ്രായമുണ്ട് എന്നുള്ളത് ഇന്നലെ അവർ കൂടിയ യോഗത്തിൽ അവർ തന്നെ പറയുകയുണ്ടായി. ഒരു ഒറ്റയാൻ പട്ടാളത്തെ പോലെയാണ് LDF മുമ്പോട്ട് പോകുന്നത്, അത് ശരിയല്ല എന്ന് തന്നെ അവർ പറയുകയുണ്ടായി. അത് കുറിച്ച് അവരാലോചിക്കട്ടെ, അവർ ചിന്തിച്ച് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം വരുന്ന കാര്യത്തിൽ ഞങ്ങൾ ഏതായാലും UDF അങ്ങനെ ഒരു ചിന്ത വന്നാൽ, അവരങ്ങനെ ഒരു ചിന്തയിൽ വരുന്നു എങ്കിൽ ഞങ്ങളും അക്കാര്യത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാക്കുന്നതാണ്. CPIക്ക് വരാം എന്ന് പറയുമ്പോൾ CPI നേരത്തെ തന്നെ ഞാൻ സ്വാഗതം ചെയ്തിരുന്നതാണ്. പക്ഷേ അതിൽ ബഹുഭൂരിപക്ഷം പല ആളുകളും ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞു. എന്ന് വെച്ചാൽ മുഴുവൻ ആളുകളും വന്നു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. കുറേ ആളുകൾ വന്നവരൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, അവർ വിജയിക്കാൻ കഴിഞ്ഞു. പഞ്ചായത്തുകളുടെ നേതൃത്വത്തിലൊക്കെ കടന്നു വരാനുള്ള അവസരവും ലഭ്യമായിട്ടുണ്ട്. അല്ല, അത് ഏതായാലും ഞങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് വരണം എങ്കിൽ UDF 22-ാം തീയതി കൂടുന്നുണ്ട്. ആ UDF യോഗത്തിൽ വെച്ച് മാത്രമേ ഞങ്ങൾ അത്തരത്തിലുള്ള മുതിർന്ന നേതാക്കന്മാർ എല്ലാവരും ചേർന്നുകൊണ്ടാണ് UDF യോഗം കൊച്ചിയിൽ വെച്ചിട്ടുള്ളത്. അതിൽ ഉണ്ടാകുന്ന തീരുമാനമനുസരിച്ച് മാത്രമായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഞാൻ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു. അല്ല, വെൽഫെയർ പാർട്ടി അതേക്കുറിച്ചൊന്നും ഇപ്പോൾ ഒരു ചർച്ചയുടെ ആവശ്യം വരുന്നില്ല. ഇവിടെ CPIക്ക് പിന്നെ ഇവിടെ ഇത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പാർലമെൻറ്റിൽ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി ലഭ്യമായിട്ടുണ്ട്. അത് 23 ഒക്ടോബർ മാസം 23 2025 ഒക്ടോബർ മാസം 23-ാം തീയതി ഒപ്പിട്ടതാണ്. ആ ഒപ്പിട്ട പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPI ആണല്ലോ അതിനെ എതിർത്തുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങളിലേക്കൊക്കെ തുടക്കം കുറിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ അവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹമുണ്ട്. CPI എന്താണ് പറയുന്നത്? ഇന്നിപ്പോൾ തമിഴ്നാടും പശ്ചിമ ബംഗാളും മാത്രമാണ് ഇതിൽ ഒപ്പിടാതെ ഇരുന്നിട്ടുള്ളത്. ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ എന്നുള്ള നിലയിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവർ പരസ്പര ചർച്ച ചെയ്തിരുന്നോ? അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇവിടെ MOU ഒപ്പിട്ടിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് പറയാനുള്ള ഒരു താല്പര്യം, അവർ എന്താണ് പറയുന്നതെന്ന് അറിയാനുള്ളൊരു താല്പര്യം UDFിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.